പപ്പടം വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ചോറുണ്ണാൻ ഇതിലും പറ്റിയ വേറൊരു ചമ്മന്തി ഇല്ല എന്നേ ഞാൻ പറയൂ കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 7 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് എടുക്കാം. 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഒരു 6 7 പപ്പടം എടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, അരമുറി തേങ്ങ ചിരവിയതും കൂടി ഞാനിവിടെ ഈ ചമ്മന്തിക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ പാൻ ചൂടാക്കിയ ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം പപ്പടം വറുക്കാനായിട്ട്. ഓരോ പപ്പടവും നമുക്ക് വറുത്തെടുക്കാം. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് കാന്താരിമുളക് തന്നെ വേണമെന്ന് പറയാൻ കാരണം കാന്താരിമുളക് ഇട്ടാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പച്ചമുളക് ഇട്ടാൽ ടേസ്റ്റ് ഇല്ല എന്നുള്ളതല്ല, കാന്താരിമുളകാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനിയിപ്പോൾ കാന്താരിമുളക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ പച്ചമുളക് തന്നെ ചേർത്താലും മതി. പച്ചമുളകോ വറ്റൽമുളകോ ഏത് വേണമെങ്കിലും നമുക്ക് എരിവിന് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കാന്താരിമുളക് രണ്ടായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. കാരണം ചമ്മന്തി ആയതുകൊണ്ട് എല്ലാം ഒരുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കണം. ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഉള്ളിയും നമുക്ക് ഇട്ട് കൊടുക്കാം, തേങ്ങയും ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ചമ്മന്തി രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ. മിക്സിയിലായതുകൊണ്ട് ചമ്മന്തിയുടെ അളവ് നോക്കി വേണം അരയ്ക്കാനായിട്ട്. നമുക്ക് ചോറിനും കഴിക്കാനായിട്ട് വേറെ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. എന്ത് കറികളുണ്ടായാലും നമ്മൾ ഈ ചമ്മന്തി തന്നെ കൂട്ടി നമ്മൾ മൊത്തം ചോറും കഴിക്കുമെന്നുള്ളതാണ് കേട്ടോ. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോഴറിയാം അതിൻ്റെ ടേസ്റ്റ് എത്ര മാത്രം ഉണ്ടെന്നുള്ള. ചമ്മന്തികൾ പല ചമ്മന്തികളും നമ്മൾ കൂട്ടിയിട്ടുണ്ടല്ലോ. പക്ഷേ ഈ പപ്പട ചമ്മന്തി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അങ്ങനെ ഒരു ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എൻ്റെ മാമിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെയുള്ള ചമ്മന്തി എനിക്ക് തന്നിരുന്നു കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ഇത് തന്നെ കൂട്ടിയാണ് ഞാൻ ചോറുണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരണം എന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഇത് കാണിച്ച് തരുന്നത്. അപ്പം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ പപ്പട ചമ്മന്തി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളിയാണ് ആവശ്യമുള്ളത്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ പുളിയല്ല ചേർത്ത് കൊടുക്കുന്നത്. ഒരു അരമുറി നാരങ്ങയുടെ പകുതി പിഴിഞ്ഞാണ് ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാളൻ പുളിയാണെങ്കിലും ഇതുപോലെ പുളിയോട് കൂടി തന്നെ ചെറുതായിട്ട് പീസായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. അല്ലാതെ പുളി വെള്ളമാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണ്. നമുക്ക് പുളി എത്ര വേണം അതിനനുസരിച്ച് കൊടുക്കാം. പക്ഷേ നാരങ്ങയുടെ നീരാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഞാനത് വാളൻപുളിയൊക്കെ വെച്ചിട്ട് ഞാൻ അരച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചോറിന് ഏതായാലും നല്ല ടേസ്റ്റ് വേണമല്ലോ കഴിക്കണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയത്. പക്ഷെ നാരങ്ങയുടെ നീരാണ് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാനിവിടെ നല്ല ചമ്മന്തി ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇത്രയും പപ്പടം എടുത്തിട്ടുള്ളത് പപ്പടത്തിന് നല്ല ഉപ്പുണ്ട്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരല്പം ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മിസ്സായിപ്പോയി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായം അറിയിക്കുക. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.